എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഓർഡർ കിട്ടി, പക്ഷെ കാശില്ല. ഗുഡ്സ് മേടിക്കണം, പേയ്മെന്റ് വെളിയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കണം, അല്ലെങ്കിൽ ഗുഡ്സ് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേടിക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഒരു ലോൺ തരും. ആ ലോണിൻ്റെ പേരാണ് പാക്കിംഗ് ക്രെഡിറ്റ്. അതിനൊരു വ്യത്യസ്തമായ ഇൻട്രസ്റ്റ് ആണ്, അതൊരു പ്രയോറിറ്റി ഏരിയ ആണ്. ഈ പാക്കിംഗ് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേര് പാക്കിംഗ് എന്നാണെങ്കിലും റോ മെറ്റീരിയൽ മേടിക്കാനും പ്രൊഡക്ഷൻ നടത്താനും അതിനുശേഷം പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ലോണാണ്. ഏറ്റവും അവസാനം ഷിപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജാണ് പാക്കിംഗ്. അതുകൊണ്ടാണ് അതിനെ പാക്കിംഗ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സർവീസ് ആണ് എക്സ്പോർട്ടർക്ക്. അതായത് എക്സ്പോർട്ട് ഓർഡർ കിട്ടി, ഫോറിൻ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയില്ല, പക്ഷേ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു കേസിൽ യൂസ് ചെയ്യാവുന്ന ഒരു പർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോണാണ് പാക്കിംഗ് ക്രെഡിറ്റ്. ഇനി ഇത് കൂടാതെ പോസ്റ്റ് ഷിപ്മെൻറ്റ് ലോണുണ്ട്. അതായത് ഷിപ്മെൻറ്റ് നടന്ന ശേഷം ഒരു ലോൺ. ഈ ആദ്യത്തെ ലോണിനെ ക്ലോസ് ചെയ്തുകൊണ്ട് അടുത്തൊരു ലോണായിട്ട് നമുക്ക് ബിൽ ഡിസ്കൗണ്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്ന ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു മറ്റൊരു ലോണാക്കി മാറ്റാം.